കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ഒരു ഫിലിപ്പീൻസ് നാടോടി കഥ കേട്ടാലോ? കഥയുടെ പേര് അൽമയും അമോറും. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. അൽമയും അമോറയും സഹോദരിമാരായിരുന്നു. അമോറയെ കാണാനാണ് കൂടുതൽ ഭംഗി. അതുകൊണ്ട് അവൾക്ക് വലിയ അഹങ്കാരമാണ്. എപ്പോഴും മുടിയും മുഖവും മിനുക്കിയിരിക്കാനേ അമോറയ്ക്ക് സമയമുള്ളൂ. വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരുന്നത് അൽമയാണ്. ചിത്രത്തുന്നൽ ചെയ്തും പഴങ്ങൾ വിറ്റുമൊക്കെ അവൾ പണം സമ്പാദിച്ചു. ഒരിക്കൽ മുടി ചീകിയിരിക്കുന്ന അമോറയോട് അവിടെ എത്തിയ ഒരു അമ്മൂമ്മ ചോദിച്ചു, മോളെ, കുറച്ച് വെള്ളം തരാമോ? ഇവിടെ വെള്ളമില്ല. ഇതും പറഞ്ഞ് അമ്മൂമ്മയെ അമോറ ഒറ്റ തള്ളു. അയ്യോ! അമ്മൂമ്മ താഴെ വീണു. ശബ്ദം കേട്ട് പുറത്തു വന്ന അൽമ വേഗം അമ്മൂമ്മയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പരിക്കുകളിൽ മരുന്ന് വെച്ച് ആഹാരവും വെള്ളവും കൊടുത്ത് അമോറ അപ്പോഴും മുടി ചീകിക്കൊണ്ടിരുന്നു. നല്ലവർക്ക് നല്ലതേ വരൂ. ഇത്രയും പറഞ്ഞിട്ട് അമ്മൂമ്മ നടന്നുപോയി. ഇതൊന്നും അമോറയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആളുകൾ അൽമയെ പുകഴ്ത്തുന്നത് കേട്ടാൽ അവൾക്ക് ദേഷ്യം വരും. അങ്ങനെയിരിക്കെ അൽമയ്ക്ക് എന്തോ അസുഖം പിടിപെട്ടു. അവൾ കിടപ്പിലായി. പക്ഷേ അമോറ അൽമയെ തിരിഞ്ഞു നോക്കിയതുപോലുമില്ല. അപ്പോൾ അതാ പണ്ട് വന്ന അമ്മൂമ്മ വരുന്നു. അമ്മൂമ്മ ഒരു ചെറിയ സഞ്ചിയിൽ നിന്ന് കുറച്ച് മരുന്നെടുത്ത് അൽമയ്ക്ക് കൊടുത്തു. അത്ഭുതം! അതോടെ അൽമയുടെ രോഗം കുറഞ്ഞു. അമ്മൂമ്മ കുറച്ച് മരുന്ന് അമോറയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഈ മരുന്ന് 3 ദിവസം കൂടി അൽമയ്ക്ക് നൽകണം. പക്ഷേ അമോറയുണ്ടോ അത് ശ്രദ്ധിക്കുന്നു? എനിക്ക് മുടി കെട്ടാൻ പോലും സമയമില്ല. അപ്പോഴാ മരുന്ന് അവൾ അടുത്തുള്ള അരുവിയിലേക്ക് വലിച്ചെറിഞ്ഞു. അൽമയുടെ രോഗം വീണ്ടും കൂടി. പെട്ടെന്ന് അമ്മൂമ്മ അവിടെ എത്തി. ദുഷ്ടനായ അമോറോ, അന്ന് എന്നെ തള്ളിയിട്ടെങ്കിലും നിനക്ക് ഞാൻ ഒരു അവസരം കൂടി നൽകി. പക്ഷേ നിന്റെ സ്വഭാവം മാറിയില്ല. അരുവിയിൽ വളരുന്ന വള്ളിച്ചെടിയായി നീ മാറട്ടെ. അവരെ പരീക്ഷിക്കാൻ അമ്മൂമ്മയുടെ വേഷത്തിലെത്തിയ ഒരു ദേവതയായിരുന്നു അത്. പെട്ടെന്ന് അമോറ വായുവിലേക്ക് ഉയർന്ന് അരുവിയിലെ വെള്ളത്തിലേക്ക് വീണു. അതോടെ അവളൊരു വള്ളിച്ചെടിയായി മാറി. അൽമയെ അനുഗ്രഹിച്ച് ദേവത മറഞ്ഞു. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.